ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏറ്റവും ഉദാത്തമായ പരസ്നേഹ പ്രവൃത്തിയായ മധ്യസ്ഥ പ്രാർത്ഥനയെപ്പറ്റി പ്രതിപാദിക്കുന്ന ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ജോൺ മരിയ വിയാനി കുമ്പസാര വേദിയിലിരുന്ന് പലപ്പോഴും കരയാറുണ്ടായിരുന്നു. അച്ഛാ, എന്തിനാണ് അങ്ങ് ഇത്രയേറെ കരയുന്നത് എന്നൊരു വിശ്വാസിയുടെ ചോദ്യത്തിന് അദ്ദേഹം ഇങ്ങനെ മറുപടി പറഞ്ഞു: സ്നേഹിത, ഞാൻ കരയുന്നത് നിങ്ങൾ വേണ്ടിടത്തോളം കരയാത്തതുകൊണ്ടാണ്. സഹോദരരെ, ഇതുതന്നെയല്ലേ യഥാർത്ഥമായ മധ്യസ്ഥ പ്രാർത്ഥന? ശിഷ്യരുടെ പാദങ്ങൾ കഴുകിയ, നമുക്ക് വേണ്ടി കുരിശു വഹിച്ച ഈശോയെ സ്നേഹിക്കാനും അവിടുത്തോട് കൂടെ ആയിരിക്കുവാനും ആഗ്രഹിക്കുന്ന നാം പലപ്പോഴും നമ്മെപ്പോലെ നമ്മുടെ അയൽക്കാരനെയും സ്നേഹിക്കുന്നുണ്ടോ? ഇന്ന് ഷാർജ നേഴ്സസ് മിനിസ്ട്രിയിൽ നിന്നുള്ള ഈ നേഴ്സുമാരിലൂടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിയെയും പ്രാധാന്യത്തെയും പറ്റി നമുക്ക് ശ്രവിക്കാം. നമുക്കൊന്ന് പരസ്പരം പരിചയപ്പെടുത്താം അല്ലേ? ഞാൻ ഷിജി, ഷാർജയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ഞാൻ ബിന്ദു, ഷാർജയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ഞാൻ റിൻസി, ദുബൈയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ഞങ്ങൾ വരുമ്പോൾ റിൻസി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇങ്ങനെ ഒറ്റയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ റിൻസി പ്രാർത്ഥിക്കാറുണ്ടോ? പലപ്പോഴും ഞാൻ ശുശ്രൂഷിക്കുന്ന എൻ്റെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. കാരണം ഞാൻ ജോലി ചെയ്യുന്നത് ക്യാൻസർ വാർഡിൽ ആണ്. അപ്പോൾ പ്രത്യേകിച്ചും ബ്ലഡ് ക്യാൻസറുള്ള രോഗികളെയാണ് ഞാൻ നോക്കാറ്. നമുക്കറിയാം, ബ്ലഡ് ക്യാൻസറായിട്ട് അവരാദ്യമായിട്ട് ബ്ലഡ് ക്യാൻസറാണെന്ന് അറിയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുകൾ മാനസികവും ശാരീരികവുമായിട്ട്. പിന്നീട് അവരവരുടെ കീമോതെറാപ്പി എടുത്ത് തുടങ്ങിക്കഴിയുമ്പോൾ, കീമോതെറാപ്പി എടുക്കുമ്പം അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. പിന്നെ ഞങ്ങളുടെ രോഗികളെന്ന് പറഞ്ഞാൽ ഈ ക്യാൻസറിന് അറിഞ്ഞു കഴിഞ്ഞ് കീമോതെറാപ്പി എടുത്ത് ഒരു 5-6 മാസം അവർക്ക് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയം, ആ മുഴുവൻ സമയം ഇവർ ഞങ്ങളുടെ കൂടെ ആയിരിക്കും. മുഴുവനും കീമോതെറാപ്പി എടുത്തു കഴിഞ്ഞാൽ ഇവർ വീട്ടിലേക്ക് പോകാറ്. അപ്പോൾ അവരുമായിട്ട് കൂടുതലൊരു ബന്ധം ഞങ്ങൾ തമ്മിലുണ്ടാകാറുണ്ട്, രോഗികളും നഴ്സുമാരും തമ്മിൽ. അതായത് ഇന്ന് അഡ്മിറ്റായി നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് ഡിസ്ചാർജ് ആയി പോകുന്ന രോഗികളെ പോലെയല്ല. ഇതിനിടയ്ക്ക് തന്നെ ഞാൻ ഓർക്കുകയായിരുന്നു, ഞങ്ങളുടെ വാർഡിൽ വന്നൊരു മകൻ 34-36 വയസ്സുള്ളൂ. അവന് തുടർച്ചയായിട്ട് പനി വന്നു, 2-3 ആഴ്ചയായിട്ടും പനി വന്നു, അത് മാറാതെയായി. അപ്പോൾ പോയി മരുന്നൊക്കെ മേടിച്ചു, ആൻറ്റിബയോട്ടിക് കഴിച്ചു, എന്നിട്ടൊന്നും കുറഞ്ഞില്ല. പിന്നീടാണ് അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അറിയുന്നത് ബ്ലഡിൽ എന്തോ ചെറിയ കുഴപ്പമുണ്ട്. വീണ്ടും ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുകയും അവിടെ വന്ന് മറ്റ് ടെസ്റ്റുകൾ ചെയ്തു, കൺഫേം ചെയ്തു ബ്ലഡ് ക്യാൻസർ ആണെന്ന്. അപ്പോൾ അവൻ കീമോതെറാപ്പി എടുത്തു തുടങ്ങി. ഇന്നലെ അവൻ പറയുമായിരുന്നു, ഒരു പനി എന്നെ ഇത്രമാത്രം കൊണ്ടെത്തിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു എന്ന്. ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ ഒരു ചെറിയ അസുഖങ്ങൾ വരുമ്പോൾ ഒരു മരുന്ന് കഴിച്ചത് അങ്ങ് മാറിപ്പോകുന്നു. നമ്മളൊക്കെ അവിടെ വിചാരിക്കുക ആ മരുന്ന് കഴിച്ചുകൊണ്ട് മാറിയതാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു കരുണ ഒരു ഒഴുകുന്നതുകൊണ്ട് മാത്രമാണ് നമുക്കത് മാറിപ്പോകുന്നത്. അല്ലെങ്കിൽ ആ ഒരു ചെറിയ പനി നമ്മളെയൊക്കെ എവിടെയെല്ലാം എത്തിക്കാമായിരുന്നു. ശരിയാണ്, നമ്മൾ ഒരു ചെറിയ പനി അല്ലെങ്കിൽ ജലദോഷമെന്നും പറഞ്ഞാൽ നമ്മളത്ര കാര്യമാക്കാറില്ല. വലിയ വലിയ അസുഖങ്ങളാണെങ്കിലാണ് നമ്മളതിന് സീരിയസ് ആയിട്ട് എടുത്ത് അതിനുവേണ്ടി നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കാറുള്ളൂ. പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ ഇപ്പോൾ പല മെസ്സേജുകളും നമുക്ക് വരാറുണ്ട് പ്രാർത്ഥനാ സഹായത്തിന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ അസുഖങ്ങളുടെ പ്രാർത്ഥന റിക്വസ്റ്റ് ആണെങ്കിൽ നമ്മൾ വെറുതെ അത് മെസ്സേജ് കണ്ടിട്ട് അത് അങ്ങനെ തന്നെ വിടാറ്. പക്ഷേ വലിയ വലിയ അസുഖങ്ങളാണെങ്കിൽ മാത്രമാണ് നമ്മൾ ആ മെസ്സേജുകൾ നമ്മൾ കാര്യമായിട്ട് എടുത്ത് അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ശരിയാണ് എപ്പോഴും. അപ്പം നമുക്ക് ഇനി മുതൽ
ചെറിയ ചെറിയ മെസ്സേജ് ആണെങ്കിൽ പോലും നമ്മൾ അത് ഈശോയുടെ കരുതൽ കൊണ്ട് മാത്രമാണ് ഓരോ അസുഖം മാറുന്നുള്ളൂ എന്നുള്ള ബോധ്യത്തോടു കൂടി നമ്മൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കാം. അതുകൂടാതെ തന്നെ നമ്മൾ ഈ ഓരോ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി പ്രയർ റിക്വസ്റ്റിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ഒരു വലിയൊരു മധ്യസ്ഥ പ്രാർത്ഥനയാണ് അതിലൂടെ നമ്മൾ നടത്തുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് പോലെ നമ്മുടെ കൂട്ടായ്മ കിട്ടിയ ബോധ്യം അനുസരിച്ച് നമ്മൾ ചെയ്യുന്നത് പോലെ നമ്മൾ ആ മെസ്സേജ് കണ്ടു കഴിയുമ്പോൾ അത് ഒരു നിമിഷം അത് പ്രാർത്ഥിച്ചിട്ട് അതിനുവേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിച്ചിട്ട് അത് മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യുമ്പോൾ അത് അവർക്ക് നമ്മളറിയാത്ത എത്രയോ പേർക്ക് വേണ്ടിയാണ് നമ്മൾ അവിടെ പ്രാർത്ഥിക്കുന്നത്. ശരിക്കും അതും ഒരു വലിയൊരു മധ്യസ്ഥ പ്രാർത്ഥനയാണ് അവിടെ വരുന്നത് അല്ലേ? ഷിജി ഒരു ബ്രേക്കിന് ശേഷമാണല്ലോ ഇപ്പോൾ ജോലിക്ക് കയറിയിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് എനിക്ക് ജോലി ഇല്ലാതിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ നേഴ്സസ് മിനിസ്ട്രിയിലേക്ക് കൂടുതലായിട്ട് കടന്നു വരാൻ സാധിച്ചു. ശരിക്കും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആ കൂട്ടായ്മയിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഇത് കാണാനായിട്ട് സാധിച്ചു. ശരിക്കും മറ്റുള്ള രോഗികൾക്ക് വേണ്ടിയിട്ട്, ഒത്തിരി രോഗികൾക്ക് വേണ്ടിയിട്ട്, അതിനുപരി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അങ്ങനെ അവിടെ ആ ഒരു ശുശ്രൂഷകളിലൂടെ എല്ലാം ആത്മീയമായിട്ട് കുറച്ചുകൂടി എനിക്ക് വളരാൻ സാധിച്ചു. അപ്പോൾ എനിക്കൊരു ബോധ്യം കിട്ടി, ഇനി ഒരു നഴ്സായിട്ട് ഞാൻ വീണ്ടും ജോലിക്ക് കയറുകയാണെങ്കിൽ അവിടെ രോഗികളെ എങ്ങനെ ശുശ്രൂഷിക്കണം, അവരോട് എങ്ങനെ പെരുമാറണമെന്നും അതോടൊപ്പം മറ്റുള്ളവർക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളൊരു വലിയൊരു ബോധ്യം കിട്ടി. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു വർഷത്തിന് ശേഷം ഒരു പുതിയതായിട്ട് തുടങ്ങുന്നൊരു ഹോസ്പിറ്റലിലേക്ക് കയറുവാനും, ആദ്യമേ തന്നെ അവിടെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾ 8-9 നഴ്സുമാരുണ്ട്. അവരെ കൂടി ഒരുമിച്ച് ഞങ്ങൾക്ക് രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് കയറുന്നതിന് മുന്നേ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കയറുവാനും, അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഞങ്ങളുടെ കൂടെയുള്ള എല്ലാ നഴ്സുമാർക്കും അവരുടെ ജീവിതത്തിലെ പലവിധ അനുഭവങ്ങൾ ദൈവത്തെക്കുറിച്ച് അറിയുവാനും, അവരുടെ ജീവിതത്തിൽ പലവിധ അനുഭവ സാക്ഷ്യങ്ങൾ ഉണ്ടാകുവാനും, അതോടൊപ്പം തന്നെ രോഗികളോട് എങ്ങനെ പെരുമാറണം, അവർക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളൊരു വലിയൊരു ബോധ്യമൊക്കെ ആ ഒരു ചെറിയ കൂട്ടായ്മയാണെങ്കിൽ പോലും അതിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ്. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നിസ്സഹായാവസ്ഥയിലാണ് പലപ്പോഴും രോഗികൾക്ക് നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്നത്. പക്ഷേ എനിക്ക് വ്യത്യസ്തമായ ഒരു അനുഭവമുണ്ട് അതിനെക്കുറിച്ച്. ഞങ്ങളുടെ വാർഡിൽ തന്നെ ഇതുപോലെ ക്യാൻസറായിട്ട് വന്ന ഒരു പെൺകുട്ടി, അവൾക്ക് ഏറ്റവും വയ്യാതിരുന്ന ഒരവസ്ഥയിൽ ആദ്യത്തെ 2-ാമത്തെ ദിവസങ്ങളിലാണെന്ന് തോന്നുന്നു, ഞാൻ അവളുടെ അടുത്ത് ചെന്ന് ഇങ്ങനെ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്, കാരണം എനിക്ക് പ്രാർത്ഥനയിൽ വിശ്വാസമില്ല, ദൈവത്തിൽ എനിക്ക് വിശ്വാസമില്ല, ഞാൻ വിശ്വസിക്കുന്നത് പോസിറ്റീവ് എനർജിയിലാണെന്നാണ് അവൾ പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു പോയി, അവളൊരു ക്രിസ്ത്യാനിയാണ്. ഞാൻ ഓർത്തു, എൻ്റെ ഈശോയെ, നിൻ്റെ മകളായിരുന്നിട്ട് കൂടി നിന്നെ അറിയുന്നില്ലല്ലോ, അവൾ നിന്നോടൊന്ന് പ്രാർത്ഥിക്കേണ്ട ഈ അവസ്ഥയിൽ പോലും നിന്നെ ഒന്ന് വിളിക്കാൻ അവൾ തുനിയുന്നില്ലല്ലോ. പിന്നീട് ഞാൻ അവളോട് പ്രാർത്ഥനയെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. പിന്നീട് പക്ഷേ എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഞാൻ അവളെ ഓർത്തു, ഈശോ, ഈ നാളുകളിൽ ഇവളിവിടെ ആയിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും നിൻ്റെ സ്നേഹം നിന്നെ അറിയാൻ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെന്നൊന്ന് മനസ്സിലാക്കി കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നീട് ഒരു മാസം കഴിഞ്ഞപ്പോൾ അവൾ തന്നെ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു, ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി നീ ഒന്ന് പ്രാർത്ഥിക്കാമോ. ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി അവൾ പോവുമായിരുന്നു. ആദ്യം അവൾ അതിനായിട്ട് പോയി, എന്നിട്ടത് നടന്നില്ല അവൾക്ക്. അപ്പോൾ രണ്ടാമത് തിരിച്ചു വന്നു കഴിഞ്ഞ് എന്നെ ഇങ്ങനെ വഴിക്ക് കണ്ടപ്പം, നീ പ്രാർത്ഥിക്കുക, ഞാൻ ഇതിനായിട്ട് പോവുക. അവൾ പോയി, അവൾ തിരിച്ചു വന്ന് എന്നോട് പറഞ്ഞു, സംതിങ് മിറക്കിൾ ഹാസ് ഹാപ്പൻഡ്. അപ്പോൾ പ്രാർത്ഥിച്ച് എന്തോ കിട്ടും എന്നൊരു ബോധ്യം അവൾക്കത് സാധിച്ചു കിട്ടിയത്. അതുകൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഓർത്തു, എൻ്റെ ഈശോയെ, നീ പ്രവർത്തിച്ചല്ലോ. പിന്നീട് എനിക്ക് അവൾക്ക് വേണ്ടി അവളുടെ ബർത്ത്ഡേ വന്ന സമയത്ത് ഞാനൊരു കൊച്ചു സമ്മാനമായിട്ട് കരുണയുടെ ഒരു ചിത്രം അവൾക്ക് കൊടുത്തു. എനിക്ക് പേടിയുണ്ടായിരുന്നു ഇവളിത് സ്വീകരിക്കും, അവളൊരു പ്രത്യേക മൂടി ടൈപ്പാണ്. അവളത് സ്വീകരിച്ചു. പിന്നീട് അവൾ എന്നോട് പറഞ്ഞായിട്ട് ഓർക്കുന്നു, ഐ ബിലീവ് ഇൻ ജീസസ്. അപ്പം നമ്മൾ നേഴ്സുമാർക്ക് ഈ നിസ്സഹായ അവസ്ഥയിൽ ഇവരായിരിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ ഒരു ചെറിയ തിരുനാളം നമ്മൾ സമയം കണ്ടെത്തി അവർക്കത് തെളിയിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നഴ്സുമാർക്ക് മറ്റുള്ളവർക്ക് കിട്ടാത്ത ഒരു അവസരമാണ് നഴ്സുമാർക്ക്. കാരണം പലവിധ രോഗികളായിട്ട് ആശുപത്രിയിൽ കിടക്കുന്നവർക്കൊക്കെ ഒരു ആശ്വാസം അവർക്ക് ഇങ്ങനെ ഈശോനെ കൊടുക്കാൻ, എല്ലാത്തിലും ഉപരിയായിട്ട് ഈശോനെ കൊടുക്കാനായിട്ട് സാധിക്കാം. വേറെ മറ്റുള്ളവർക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതൽ അവസരങ്ങൾ നഴ്സുമാർക്കാണ് കിട്ടുന്നത്. അപ്പോൾ ഇനിയുള്ള ഒരു മുന്നോട്ടുള്ള ജീവിതങ്ങളിലൊക്കെ നമുക്ക് കൂടുതലും അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുക. കാരണം നമ്മൾ ജീവനെയും ജീവിതത്തെയും കൈകളിൽ എടുക്കുന്നവരാണല്ലോ. തീർച്ചയായിട്ടും. അതുകൂടാതെ തന്നെ നമ്മൾ ഓരോ രോഗികളെ ശുശ്രൂഷിക്കുമ്പോൾ ഈശോയാണ് ശുശ്രൂഷിക്കുന്നുള്ള ബോധ്യത്തോട് കൂടിയിട്ട് നമുക്ക് ശുശ്രൂഷിക്കാനായിട്ട് പരിശ്രമിക്കാം. പിന്നെ നമ്മൾ ഡ്യൂട്ടിക്ക് കയറുമ്പോൾ പ്രാർത്ഥിക്കുന്ന കാര്യം പറഞ്ഞു. അതുകൂടാതെ തന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും അടുത്ത ഷിഫ്റ്റിലുള്ള നഴ്സുമാർക്കും അവർ ശുശ്രൂഷിക്കുന്ന രോഗികൾക്കും വേണ്ടിയിട്ടും നമ്മൾ പ്രാർത്ഥിക്കണം. അത് വലിയൊരു മധ്യസ്ഥ പ്രാർത്ഥനയാണ്.
അവർ തമ്മിൽ പരസ്പര സ്നേഹത്തോടു കൂടി, നേഴ്സുമാർ തമ്മിലാണെങ്കിലും പരസ്പര സ്നേഹത്തോടെ മുറുമുറുപ്പൊന്നും കൂടാതെ ശുശ്രൂഷ ചെയ്യാനും ഒരാളുടെ കുറവുണ്ടെങ്കിൽ മറ്റാളത് നികത്തി പഴി ചാരാതെ ചെയ്യാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതും ആ പ്രവൃത്തിയും ഒരു മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും ആ പ്രവൃത്തിയിലൂടെ. അതുപോലെ ഇപ്പോൾ ബിന്ദു പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ഈ നമ്മൾ മുറുമുറുപ്പോടുകൂടി ജോലി ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ ജോലിയുടെ വില നമുക്ക് പലപ്പോഴും അറിയത്തില്ല. കാരണം എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, അവൾ നേഴ്സായിട്ട് തന്നെ ജോലി ചെയ്ത് അവൾക്കും ക്യാൻസർ വന്ന് അവൾ ആ രോഗാവസ്ഥയിൽ അവസാന നാൾ, അവൾ ഇന്ന് ഈശോയുടെ അടുത്താണുള്ളത്, അവളെ അവസാന നാളുകളിൽ അവൾ പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുകയായിരുന്നു. രോഗക്കിടക്കയിലായിരുന്നപ്പോൾ നമ്മുടെ ഒരു ജോലിയെ നമ്മൾ വില കൊടുക്കുന്നില്ല, നമ്മളിങ്ങനെ മുറുമുറുത്തോണ്ടും ഒക്കെ നമ്മുടെ ജോലി ചെയ്യുന്നു. പക്ഷേ ഞാൻ ഇന്ന് ഈ കിടക്കയിൽ കിടക്കുമ്പോൾ ഞാൻ എന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്നറിയാമോ നിങ്ങളെപ്പോലെ ഒന്ന് ജോലി ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിലെന്ന്. അതുപോലെ തന്നെ അവൾ പറയായിരുന്നു, നിങ്ങൾ വന്ന് മരുന്ന് തരുന്നു അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് പോകുന്നു, പക്ഷേ നിങ്ങളിൽ നിന്നും ഞാൻ ചിലതുകൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ, നിങ്ങൾ എൻ്റെ തലയിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, നിങ്ങൾ ഒന്ന് സ്നേഹത്തോടു കൂടി ഇച്ചിരി സമയം എൻ്റെ അടുത്ത് നിന്നിരുന്നെങ്കിൽ എന്നൊക്കെ. അതേസമയം അവൾ പറയായിരുന്നു, ഞാൻ ജോലി ചെയ്തിരുന്ന സമയത്ത് ഇതൊക്കെ ഞാൻ ചെയ്തിരുന്നോ, ഇനി എനിക്ക് അങ്ങനെ ചെയ്യാം, ഇനി എനിക്ക് ഇറങ്ങി വന്നാലേ ഇനിയും ജോലിക്ക് പോകാൻ പറ്റിയാലോ, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു, നമ്മുടെ ജോലി എത്രമാത്രം നമ്മളിൽ നിന്നും എന്തുമാത്രം രോഗികൾ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ. റിൻസേച്ചി പറഞ്ഞതുപോലെ തന്നെ നമ്മൾ രോഗിയുടെ അടുത്ത് ഒരു മെഡിസിൻ കൊടുക്കാനായിട്ട് ചെല്ലുമ്പോൾ അവരോടൊന്ന് ചിരിച്ച് അല്ലെങ്കിൽ അവർക്കൊരു ആശ്വാസം കൊടുക്കുന്ന രീതിയിൽ ഈശോയെ പറ്റി പറയാനോ വചനങ്ങൾ പറഞ്ഞോ അവരോടൊന്ന് സംസാരിക്കാൻ കിട്ടുവാണെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും. കാരണം നാളെ നമുക്ക് എന്ത് വരുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ കിട്ടുന്ന ഈ അവസരങ്ങൾ നന്നായിട്ട് നമ്മൾ യൂസ് ചെയ്യുക. നാളെ എന്ത് സംഭവിക്കുമെന്ന് ഷിജി പറഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നൊരു സിസ്റ്റർ കാര്യം ഓർമ്മ വരുന്നത്. ആ സിസ്റ്റർ ഒരു ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് പോയി, പിറ്റേ ദിവസം പെട്ടെന്നൊരു തലവേദന വന്ന്, പിന്നെ അത് തലയിൽ രക്തക്കുഴൽ പൊട്ടി. ഇപ്പോൾ 2 വർഷമായിട്ട് ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ കിടപ്പിലാണ്. പിന്നെ ഞങ്ങൾ കൂടെയുള്ള നേഴ്സുമാർ ഞങ്ങളെല്ലാവരും തന്നെ ഞങ്ങൾ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ പരസ്പരം വർത്തമാനം പറഞ്ഞ് സമയം കളയാതെ ആ സമയത്ത് ആ സിസ്റ്റർ അടുത്ത് പോയിട്ട് സംസാരിക്കുകയും അവർക്ക് കൊന്ത ചൊല്ലിക്കൊടുക്കുകയും വേറെ പ്രാർത്ഥനകളൊക്കെ ചൊല്ലിക്കൊടുക്കുകയും ചെയ്യാറുണ്ട്. അപ്പം ആദ്യം ആ സിസ്റ്റർ അങ്ങനെ തിരിച്ച് മറുപടി ഒന്നും പറയാറില്ല. പക്ഷേ ഇപ്പോൾ ആ സിസ്റ്റർ നമ്മൾ പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കുമ്പോൾ അതിന് തിരിച്ച് ഞങ്ങളോടൊപ്പം തന്നെ പ്രാർത്ഥിക്കാറുണ്ട്. ഈ സിസ്റ്ററിനെയാണോ ഗ്രേറ്റസ്റ്റ് കോളിന് നമ്മൾ കാണാറുള്ളത്? വീൽ ചെയറിൽ വരുന്നത് 2 വർഷമായിട്ട് കാണുന്നുണ്ടല്ലോ. അതെ, ആ സിസ്റ്റർ വലിയൊരു ആഗ്രഹമായിരുന്നു എല്ലാ വർഷവും ഈ ഗ്രേറ്റസ്റ്റ് കോളിന് വരണമെന്ന്. അപ്പം നല്ല ആരോഗ്യം ഉണ്ടായിരുന്ന സമയത്ത് എല്ലാ പ്രാവശ്യവും ഏറ്റവും ആദ്യം ആ സിസ്റ്റർ വരാറുണ്ട്. സമയം തുടങ്ങണേന് 8:30 തുടങ്ങണേന്ന് 8 മണിക്കേ വരാറുണ്ട്. പക്ഷെ അപ്പം ആ സിസ്റ്റർ ആഗ്രഹപ്രകാരം ഇപ്പോഴാണെങ്കിലും ഞങ്ങൾ ഗ്രേറ്റസ്റ്റ് കോളിന് പോകണമെന്ന് ചോദിച്ചാൽ അപ്പം വേണമെന്ന് പറയും. അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ ഓഫീസിൽ നിന്നാണെങ്കിലും അവർ പ്രത്യേക അനുവാദം കൊടുത്തിട്ടുണ്ട് അതിന് പള്ളിയിൽ പോകാനായിട്ട്. ഇവിടുത്തെ സ്ഥലങ്ങളിൽ അങ്ങനെയൊന്നും പറ്റില്ലല്ലോ. പക്ഷേ ഞങ്ങളുടെ ഓഫീസിലുള്ളവരാണെങ്കിലും വളരെയധികം കരുണ കാണിച്ചിട്ട് ആ സിസ്റ്ററുടെ എല്ലാ ആവശ്യങ്ങൾക്കും, പ്രത്യേകിച്ച് ഈ ഗ്രേറ്റസ്റ്റ് കോളിന് പോകുമ്പം അവരൊരു ഡ്രൈവറെ അതിനു വേണ്ടി പറഞ്ഞുകൂടെ അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. അങ്ങനെ 2 വർഷവും കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ബിന്ദു പറഞ്ഞല്ലോ, ഇത് നമ്മുടെ കൂടെ ഒരു ജോലി ചെയ്ത സ്റ്റാഫാണ്, അതുകൊണ്ട് അവിടെ നമ്മൾ പോയി പ്രാർത്ഥിക്കുന്നു, അങ്ങനെ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇതുപോലെ തന്നെ നമുക്ക് രോഗികളായിട്ടുള്ളവരോടും ഇതുപോലെ തന്നെ പെരുമാറാം. പലപ്പോഴും നമ്മൾ ഈ രോഗികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ബഹുമാനമില്ലാതെ നമ്മൾ അവരെ, നമ്മുടെ കൂടെയുള്ളവരാണെങ്കിൽ തന്നെ ചിലപ്പോൾ അങ്ങനെ പറയാറുണ്ട്, കുറച്ചും കൂടെയൊക്കെ റെസ്പെക്റ്റോടുകൂടി അവരെ കാണാനും ഒരു ആത്മാർത്ഥതയോടുകൂടിയൊക്കെ. ഈ റെസ്പെക്റ്റിൻ്റെ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ പലപ്പോഴും അവരെ അഭിസംബോധന ചെയ്യാതെ പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്, നമുക്ക് തന്നെ അറിയാമല്ലോ അത്. നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ 18-ാം അധ്യായം 10-11 വചനങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. എന്തെന്നാൽ സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവ് നമ്മുടെ ഓരോ വാക്കിനും വിലയിടുന്നുണ്ട് അവിടെ. ശരിക്കും റിൻസേച്ചി എങ്ങനെ കുടുംബം ഒരുമിച്ച് പ്രാർത്ഥിക്കാറുണ്ടോ രോഗികൾക്ക് വേണ്ടിയിട്ട്? ഈ രോഗികൾക്ക് വേണ്ടി കുടുംബം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ രോഗികൾ 5-6 മാസമൊക്കെ ഞങ്ങളുടെ കൂടെ കാണുമെന്ന്. അപ്പം ചില സമയങ്ങളിൽ ചിലരൊക്കെ വളരെ ഒത്തിരിയേറെ പനിയായിരിക്കും, അപ്പോൾ അത് മാറാതിരിക്കും. അപ്പം ഞാൻ വീട്ടിൽ വന്ന് പിള്ളേരുടെ അടുത്ത് നമ്മുടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ ഞാൻ അവരോട് പറയും, ഈ മകനെ അല്ലെങ്കിൽ ഈ മകളെ ഇന്നൊന്ന് ഓർത്തേക്കണേന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് ജോലിക്ക് പോയിട്ട് കഴിഞ്ഞ് വരുമ്പോൾ അവർ ചോദിക്കാറുണ്ട് എങ്ങനെയുണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ബ്ലഡ് ക്യാൻസർ ആണെന്നൊരു ആൾ ആദ്യമായിട്ട് അറിയാൻ പോകുന്ന സമയം
അപ്പോൾ ഇന്ന് ബോൺമാരോ ചെയ്തു, നമുക്കറിയാം ഈ മകന് നാളെ ബ്ലഡ് ക്യാൻസർ ആണെന്ന് ഡോക്ടേഴ്സ് അവനോട് പറയും. അപ്പോൾ ആ പറയുമ്പോഴുണ്ടാകുന്ന അവൻ്റെ ചിലപ്പോൾ ഈ രോഗികൾ ഈ ദേശത്ത് ഇവർ ജോലിക്കായിട്ട് വന്നവർ, ചിലരുടെ ഒന്നും കൂടെ ആരും കാണത്തില്ല, അവർ ഒറ്റയ്ക്കേ കാണത്തുള്ളൂ. അപ്പം നാളെ ഈ മകനോട് ഇത് പറയുമ്പോൾ അവനത് സഹിക്കാനും അത് ഉൾക്കൊള്ളാനും ഒക്കെയുള്ള കൃപ അതൊക്കെ കൊടുക്കണേ എന്ന് അതും ഞാൻ ഇങ്ങനെ പിള്ളേരോടൊന്ന് പറയും, ഇങ്ങനെ പ്രാർത്ഥനയിൽ അവർ ഓർക്കണേ എന്നുള്ളത്. ചേച്ചി കുട്ടികളെയും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നത് പുതിയൊരു തലമുറയെ മധ്യസ്ഥ പ്രാർത്ഥനകളിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ ജീവചരിത്രമാണ് ഓർമ്മ വരുന്നത്. അവരുടെ മാതാപിതാക്കളായ ലൂയി മാർട്ടിനും സെലിഗറിനും വളരെയേറെ പ്രാർത്ഥിച്ചു ഒരുങ്ങിയിട്ടാണ് ഓരോ കുഞ്ഞുങ്ങളുണ്ടാകുന്നതിന് മുന്നേ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ജന്മം കൊടുത്തത്. എന്നിട്ട് അവരൊരു മിഷണറിയായ വൈദികനുണ്ടാവാൻ വേണ്ടിയിട്ട്, ഒരു ആൺകുഞ്ഞുണ്ടാവുകയാണെങ്കിൽ മിഷണറിയായ വൈദികനാക്കണമെന്ന് അവർ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. അവരെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് അവർക്ക് 2 ആൺകുഞ്ഞുങ്ങളുണ്ടാവുകയും 2 പേരും മരിച്ചു പോവുകയാണ് ചെയ്തത്. പിന്നെ അവർക്കുണ്ടായിരുന്ന 5 പെൺമക്കളും സഭയിൽ സന്യാസിമാരായി മാറുകയും വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യവതി ഈ ആഗോള സഭയിൽ തന്നെ മിഷണറിമാരുടെ മധ്യസ്ഥയായിട്ട് മാറുകയും ചെയ്തു. ഇതിൽ നിന്നും മധ്യസ്ഥ പ്രാർത്ഥന, കുടുംബം ഒരുമിച്ചുള്ള പ്രാർത്ഥനയെ ദൈവം എത്രമാത്രം മാനിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കുടുംബം ഒരുമിച്ച് ഉള്ള പ്രാർത്ഥന പോലെയാണ് പല കുടുംബങ്ങളും ഒരുമിച്ച് കൂടി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അനുഗ്രഹം. അതായത് ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ അടുത്തുള്ള 2-3 കുടുംബങ്ങൾ ഒരുമിച്ച് ഞങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ, ജോലി കഴിഞ്ഞ് വന്ന് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കൂടുതലായാലും നഴ്സുമാരാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയുടെയൊക്കെ ഫലമായിട്ട് ഞങ്ങളുടെ ഓരോരുത്തരെയും കുടുംബങ്ങളിൽ പല വിധത്തിലുള്ള അനുഭവങ്ങൾ കാണുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. ശരിക്കും അതിനകത്ത് തന്നെ കുടുംബത്തിലെ തന്നെ കുട്ടികളും ഒരുമിച്ച് ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്. അത് എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൽ 4-ാം വാക്യത്തിൽ മധ്യസ്ഥം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ചും മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നവരെ ദൈവം എത്രമാത്രം കരുതുന്നുണ്ട്, അവർക്ക് എത്രമാത്രം സംരക്ഷണ മുദ്ര ഇടുന്നുണ്ടെന്നുമുള്ള വചനം പറയുന്നുണ്ട്. 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: കർത്താവ് ദൂതനോട് അരുളി ചെയ്തു, ജെറുസലേം പട്ടണത്തിലൂടെ കടന്നു പോവുക, ആ നഗരത്തിൽ നടമാടുന്ന മ്ലേച്ഛതകളെ ഓർത്ത് കരയുകയും നെടുവീർപ്പിടുകയും ചെയ്യുന്നവരുടെ നെറ്റിയിൽ അടയാളമിടുക. എന്നിട്ട് 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അടയാളമുള്ളവരെ തൊടരുത് എന്ന്. പ്രാർത്ഥനയുടെ ഒരു വില എന്തുമാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ദൈവം എത്രമാത്രം ഈ മധ്യസ്ഥം മറ്റുള്ളവർക്ക് വേണ്ടി കരഞ്ഞ് അവരുടെ മ്ലേച്ഛതകളെ ഓർത്ത്, ഈ ലോകത്തിൽ നടമാടുന്ന മ്ലേച്ഛതകളെ ഓർത്ത് കരഞ്ഞ് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നവരെ ദൈവം എത്രമാത്രം മുദ്രയിട്ട് സംരക്ഷിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇനി മുതൽ നമുക്ക് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് മധ്യസ്ഥം പ്രാർത്ഥിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ ഈ ലോകം മുഴുവൻ മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. നമ്മൾ നേഴ്സുമാർക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കിട്ടുന്ന അവസരം പോലെ വേറെ ആർക്കുമില്ല. കാരണം നമ്മൾ ഒരു ജീവൻ ലോകത്തിലേക്ക് വരുമ്പോൾ കൈകളിൽ എടുക്കുന്നതും പിന്നീട് ജീവൻ കടന്നു പോകുന്നതും പലപ്പോഴും നമ്മുടെ കൈകളിലൂടെ പോയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ശുശ്രൂഷിക്കുന്ന സമയം നമ്മുടെ രോഗികൾ, അങ്ങനെ ഇവർക്കൊക്കെ വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മളതിന് വിളിക്കപ്പെട്ടവരെ പലപ്പോഴും, പക്ഷേ ആ ബോധ്യം നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോകാറുണ്ടോ എന്ന് സംശയമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഈശോ ഇങ്ങനെ പറയുന്നുണ്ട്: ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന്. യേശു തിരുവചനത്തിലൂടെ നമ്മുടെ ജോലിയുടെ മഹത്വം എന്തുമാത്രമാണെന്ന് കാണിച്ചു തരുന്നുണ്ട് അല്ലേ? അതായത് നമ്മൾ നമ്മുടെ രോഗികളെ ശുശ്രൂഷിക്കുമ്പോൾ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ശുശ്രൂഷിക്കാനായിട്ട് കഴിഞ്ഞാൽ ഈശോയ്ക്ക് കുറച്ചും കൂടി നമ്മളോടുള്ള ഇഷ്ടം കൂടുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ശുശ്രൂഷ മേഖലയിൽ നമ്മൾ നഴ്സുമാർക്ക് പ്രാർത്ഥനയോടുകൂടി നമ്മുടെ രോഗികളെ ശുശ്രൂഷിക്കാനായിട്ട് ശ്രമിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജിപ്റ്റിൻ. ഞാൻ 6 വർഷമായിട്ട് അബുദാബിയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. നാട്ടിലെൻ്റെ വീട് പാലക്കാട്. തിമോത്തിയോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ ഇങ്ങനെ ഉത്ബോധിപ്പിക്കുന്നു: നിങ്ങളെല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാര സ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ നിങ്ങളെ ഉത്ബോധിപ്പിക്കുന്നു. നമ്മെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള ഈ വചനത്തിൻ്റെ ശക്തി അനുഭവിച്ചറിഞ്ഞ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബറിൽ എനിക്ക് ആനുവൽ ലീവായിരുന്നു.
ആനുവൽ ലീവിന് ഈ പ്രാവശ്യത്തെ ആനുവൽ ലീവിന് എനിക്ക് നാട്ടിൽ പോകുവാനായിട്ട് സാധിച്ചില്ല. ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു. അങ്ങനെ വീട്ടിലിരുന്ന സമയത്ത് എനിക്ക് ഒത്തിരിയേറെ സമയം ലഭിച്ചു. ആ സമയത്ത് ആത്മീയപരമായിട്ടുള്ള ടോക്കുകൾ കാണുവാനും അതുപോലെ ആത്മീയ പുസ്തകങ്ങൾ വായിക്കുവാനും ഒക്കെ ആയിട്ട് എനിക്ക് സാധിച്ചു. അങ്ങനെ ഞാൻ നമ്മുടെ നേഴ്സസ് മിനിസ്ട്രിയുടെ മാഗസിനായ നേഴ്സസ് ടൈം വായിക്കുവാനായിട്ട് ഇടയായി. അതിൽ ദുബായിലുള്ള ഒരു സിസ്റ്റർ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഈശോ ഇടപെട്ട ഒരു അനുഭവം വായിക്കാൻ ഇടയായി. അങ്ങനെ അത് വായിച്ചപ്പോൾ അതിന് മുമ്പെല്ലാം ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെങ്കിലും അത്ര ആത്മാർത്ഥമായിട്ടൊന്നും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ലായിരുന്നു. പലപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നത് രോഗികളുടെ റിലേറ്റീവ്സ് എന്നോട് നല്ല രീതിയിൽ പെരുമാറണം, അവരുടെ മുന്നിൽ തെറ്റുകളോ കംപ്ലൈൻറ്റുകളോ ഒന്നും ഉണ്ടാകരുത്, ഈ രീതിയിലൊക്കെയായിരുന്നു എൻ്റെ പ്രാർത്ഥന. പക്ഷേ ഈ ടോക്ക് കേട്ടതിന് ശേഷം രോഗിക്ക് സൗഖ്യം ലഭിക്കുന്നതിനായിട്ട് രോഗിയെ ആത്മാർത്ഥമായിട്ട് ഈശോയ്ക്ക് സമർപ്പിച്ച് രോഗിയെ സ്പർശിച്ച് പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു ബോധ്യം എൻ്റെ ഉള്ളിലുണ്ടായി. അങ്ങനെ ഞാൻ ഈ ആനുവൽ ലീവ് കഴിഞ്ഞ് ജോയിൻ ചെയ്യുന്ന ദിവസം സൺഡേ എനിക്ക് ലഭിക്കുന്ന രോഗി എന്ന് പറഞ്ഞാൽ, ആ രോഗി ഞാൻ എൻ്റെ ആനുവൽ ലീവ് തുടങ്ങുന്നതിന് മുമ്പ് അഡ്മിറ്റായി ഏകദേശം 20 ദിവസമായിട്ട് ഞങ്ങളുടെ ICUവിൽ ഉണ്ടായിരുന്നൊരു രോഗിയായിരുന്നു. ആ രോഗിയുടെ അപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ 20 ദിവസമായിട്ട് വെൻറ്റിലേറ്ററിലായിരുന്നു ഈ രോഗി. അന്ന് ഞാൻ ചെല്ലുന്ന ആ ദിവസം ഡോക്ടർമാർ പലതവണ വെൻറ്റിലേറ്ററിൽ നിന്ന് പേഷ്യൻറ്റിനെ മാറ്റുവാനായിട്ട് പരിശ്രമിച്ചെങ്കിലും അതെല്ലാം പരാജയപ്പെട്ടു. അങ്ങനെ അന്ന് ആ ദിവസം ഈ രോഗിയെ ഓപ്പറേഷനായിട്ട് പോസ്റ്റഡായിരുന്നു. ട്രക്കിയോസ്റ്റമി, അതായത് കഴുത്തിൻ്റെ ഇവിടെ ഒരു ഹോള് ഉണ്ടാക്കിയിട്ട് ട്യൂബിട്ട് ശ്വാസം കൊടുക്കുക, വെൻറ്റിലേറ്റർ കണക്ട് ചെയ്യുന്നൊരു ഓപ്പറേഷനാണ് ട്രക്കിയോസ്റ്റമി. അതിനുവേണ്ടി പോസ്റ്റഡായിരുന്നു അന്ന് ആ രോഗി. ഞാനപ്പോൾ രാവിലെ ചെന്നു ഈ രോഗിയെ എനിക്ക് കിട്ടി. അപ്പോൾ എനിക്ക് ഈ രോഗിയെ കണ്ടപ്പോൾ രോഗിക്ക് വേണ്ടി എനിക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് തോന്നി. കാരണം ഇദ്ദേഹം ഒരു ട്രാൻസിറ്റ് പാസഞ്ചറാണ്. വളരെ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ വന്നു പോകുവാനായിട്ട് വന്നൊരു രോഗി. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരുമില്ല. അദ്ദേഹത്തിന് ഇവിടുത്തെ ഭാഷ പോലും അറിയില്ല. അങ്ങനെ ആരും ഇല്ലാത്തൊരു നിസ്സഹായാവസ്ഥയിലിരുന്ന ഒരു രോഗിയാണ് എൻ്റെ മുന്നിലുള്ളത്. ആ രോഗിയെ കണ്ടപ്പോൾ എനിക്ക് രോഗിയെ ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം എന്നുള്ളൊരു തോന്നൽ എൻ്റെ ഉള്ളിലുണ്ടായി. അങ്ങനെ ആ രോഗിക്ക് വേണ്ടി രോഗിയെ സ്പർശിച്ചുകൊണ്ട് ഞാൻ ഈശോയ്ക്ക് പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ രാവിലെ ചീഫ് ഡോക്ടർ റൗണ്ട്സിന് വന്നു. നാം യാക്കോബ്സ്ലീഹയുടെ ലേഖനം 5-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ നാം ഇങ്ങനെ കാണുന്നുണ്ട്: വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും, അവിടുന്ന് അവനെ എഴുന്നേൽപ്പിക്കും, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവ ക്ഷമിക്കും. ഈ വചനത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു പിന്നീട് എൻ്റെ മുന്നിലൂടെ കടന്നുപോയത്. രാവിലെ ചീഫ് ഡോക്ടർ റൗണ്ട്സിന് വന്നു. ഡോക്ടർ രോഗിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ, നമുക്ക് ട്രക്കിയോസ്റ്റമി ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഒരു പ്രാവശ്യം കൂടെ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ചു നോക്കാം, എക്സ്റ്റുബേഷൻ ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഡോക്ടറോട് പറയുകയും അങ്ങനെ ഡോക്ടർ വളരെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തു. ഡോക്ടർ പറഞ്ഞു, നിനക്കങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ട്രൈ ചെയ്യാം. അങ്ങനെ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് 8 മണിയായപ്പോൾ തന്നെ സെഡേഷനെല്ലാം നിർത്തി. അങ്ങനെ 9 മണിയായപ്പോൾ പേഷ്യൻ്റ് വെൻറ്റിലേറ്റർ സെറ്റിങ്സ് കുറച്ചു മോഡ് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ ഏകദേശം 11 മണി ഒക്കെ ആയപ്പോഴേക്കും സ്പോണ്ടേനിയസ് ബ്രീത്തിങ് ട്രയൽ കൊടുത്തു. അങ്ങനെ 12 മണി 1 മണിയോടുകൂടെ പേഷ്യൻ്റ് വെൻറ്റിലേറ്ററിൽ നിന്നും മാറ്റുവാനായിട്ട് സാധിച്ചു. ട്രക്കിയോസ്റ്റമി എന്നുള്ളൊരു ഓപ്പറേഷനിലേക്ക് പോകാമായിരുന്ന ഒരു രോഗിയെ ഈശോ ഇടപെട്ട് വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റി. അങ്ങനെ അന്ന് ഈവനിങ് ആയപ്പോഴേക്കും ഈ രോഗിക്ക് പൂർണ്ണ ബോധം വരികയും അങ്ങനെ പിറ്റേ ദിവസം ഈവനിങ് പേഷ്യൻറ്റിനെ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. അങ്ങനെ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ രോഗിക്ക് തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് പോകുവാനായിട്ടും കഴിഞ്ഞു. നമ്മൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മുന്നേ കണ്ട വചനത്തിൻ്റെ ആ ശക്തി, വചനം മാംസം ധരിക്കുന്ന ഒരു അനുഭവമാണ് എൻ്റെ മുന്നിലൂടെ ഞാൻ കണ്ടത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ ജോലി മേഖലകളിൽ ഇതുപോലെ നിസ്സഹായരായിട്ടുള്ള അനവധി രോഗികൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകാറുണ്ട്. നാം അവർക്ക് വേണ്ടി വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുമ്പോൾ, ഈശോയ്ക്ക് പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കരങ്ങൾ ഈശോയുടെ അത്ഭുതം പ്രവർത്തിക്കുന്ന കരങ്ങളായിട്ട് മാറും. അതിനുള്ള കൃപ എല്ലാ നേഴ്സുമാർക്കും സർവേശ്വരൻ നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. രോഗീ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന നമുക്കും മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ എങ്ങനെ മുന്നേറുവാൻ സാധിക്കുമെന്ന് ഈ നഴ്സുമാരിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്ന ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഇനിയുള്ള ജീവിതത്തിൽ ഓരോ ആത്മാവിൻ്റെ മൂല്യത്തെയും പാപം ഈശോയ്ക്ക് നൽകുന്ന വേദനയെക്കുറിച്ചും പാപത്തിന് ഒരുക്കപ്പെട്ടിരിക്കുന്ന ശിക്ഷയെക്കുറിച്ചുമുള്ള ജ്ഞാനം
ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നൂറുകണക്കിന് ആളുകൾ ഭീകരരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതറിഞ്ഞ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ദേവാലയത്തിൽ ദിവ്യസക്രാരിയുടെ മുന്നിൽ മുട്ടുകുത്തി കൈകൾ വിരിച്ചു പിടിച്ച് നിലവിളിച്ച് പ്രാർത്ഥിച്ചത് നമുക്കും എപ്പോഴും ഉരുവിടാം. ദൈവമേ, മനുഷ്യവംശത്തിൻ്റെ മേൽ കരുണയായിരിക്കണമേ. ഇത്തരം ക്രൂരതകൾ ചെയ്യാൻ ഞങ്ങളെ അങ്ങ് അനുവദിക്കരുതേ. അങ്ങനെ ഈ ലോക പാപങ്ങൾക്ക് നമുക്കും പരിഹാരം ചെയ്യാം. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധയായി തീരട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.